യെസ്, മോഹനകൃഷ്ണൻ ഹിയർ. എന്റെ വില്വാദ്രിനാഥ, ആരാ തന്നോട് വിളിച്ചു പറഞ്ഞേ? അഡ്വക്കേറ്റ് ഭാസ്കരൻ, ഡൽഹിയിൽ നിന്ന് മുകുന്ദൻ എന്റെ ഇൻഫർമേഷൻ അത്രേ. അത് കൺഫേം ചെയ്യാൻ ഞാൻ കേരള ഭൂമിയിലേക്ക് വിളിച്ചു. വാർത്ത സത്യം. അപ്പോ വധശിക്ഷ റദ്ദാക്കിയ സ്ഥിതിക്ക് ഇനി ജീവ വരുന്നുണ്ടാവില്ലേ? എന്നാലും പരോളിൽ ഇറക്കാലോ മോഹനകൃഷ്ണ. ഞാൻ ഭാസ്കരമേനൊന്ന് വിളിക്കട്ടെ, എന്നിട്ട് തിരിച്ചു വിളിക്കാം. ശരി. എന്താ മോനേട്ടാ? പല്ലാവൂർ ദേവനാരായണന്റെ വധശിക്ഷ രാഷ്ട്രപതി റദ്ദാക്കി. താളവാദ്യകലയിലെ ജീനിയസും തായമ്പകയുടെ കുലപതിയുമായ ശ്രീ പല്ലാവൂർ ദേവനാരായണന്റെ വധശിക്ഷ രാഷ്ട്രപതി റദ്ദാക്കി. പ്രമാദമായ ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ 4 വർഷമായി വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്ന ശ്രീ ദേവനാരായണനു വേണ്ടി കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരുടെ പ്രേരണ കൊണ്ട് സമർപ്പിച്ച ദയാഹർജി സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രപതി ഇന്നലെ പ്രത്യേകം ഇറക്കിയതാണ് ഈ ഉത്തരവ്. രാഷ്ട്രപതിയുടെ ഈ നടപടി സാംസ്കാരിക കേരളം ആവേശപൂർവ്വമാണ് വരവേറ്റത്. എന്റെ ഗുരുവായൂരപ്പ, അച്യുതന്മാരെ വിവരം അറിയിക്കണ്ടേ? പിന്നെ അച്യുതന്മാരെ കടക്കാരെ കൊണ്ട് തോറ്റു. നിങ്ങളായിരുന്നോ? ഞാൻ വിചാരിച്ചു കാശ് കൊടുക്കാനുള്ള ഒരു വല്ലവരും ആയിരിക്കും. അറിഞ്ഞില്ലേ അച്യുതന്മാരെ, ഗുരുവായൂരപ്പം പ്രത്യക്ഷമാവണു. അതിന് നീ ആരാ? കുറൂരമ്മയോ ഗുരുവായൂരപ്പനെ പ്രത്യക്ഷാക്കാൻ? ഇത് കണ്ടോ, ഇവിടെ ദേവേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോണു. വധശിക്ഷ റദ്ദാക്കിയത്രേ. ഏത് കോടതിക്കും മേലെ ഒരു ദൈവം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അച്ഛന്മാരെ? പക്ഷെ പുറത്തിറങ്ങിയാല് പഴയ സ്നേഹം നമ്മളോട് ഉണ്ടാവുന്ന എന്റെ പേടി. അതിന് നമ്മളെന്ത് തെറ്റാ ആ മനുഷ്യനോട് ചെയ്ത്? ഈ 4 കൊല്ലത്തിനടിക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയുണ്ടോ ദേവേട്ടനെ? നീ പറഞ്ഞാൽ ഇത്തിരി സത്യമുണ്ട് വാസു. തെറ്റ് തന്നെ നമ്മൾ ചെയ്തു. ഒരിക്കലും അല്ല അച്ഛന്മാരെ. കാട് കുലുക്കി നടന്ന ആ ഒറ്റക്കൊമ്പൻ ഒരു വാരിക്കുഴി വീണ് പെടയുമ്പോ അത് കണ്ടു നിൽക്കാനുള്ള മനക്കരുത്തില്ലാഞ്ഞിട്ടല്ലേ നമ്മൾ പോവാതിരുന്നത്? എല്ലാ സങ്കടങ്ങളും ചെന്ന് പറഞ്ഞ മാപ്പ് തരാണ്ടിരിക്കില്ല ദേവേട്ടൻ. വന്നു എന്തിനാ കുട്ടിയെ? എന്റെ കുട്ടി തെറ്റ് ചെയ്തു നീശ്വരം വന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല അമ്മ. ഇനി ഒരിക്കലും മൂകാംബിയെ കാണാൻ കഴിയുമെന്ന് കരുതിയതല്ല. ഏത് ജന്മാന്തര സുഹൃതം കൊണ്ടാണ് ഈശ്വര വീണ്ടും. കരയണ്ട, 4 കൊല്ലം നിനക്ക് വേണ്ടി കരഞ്ഞു കഴിഞ്ഞവളായി അമ്മ. ദേവ, ഞങ്ങൾ ഇറങ്ങുന്നു. നീ ഇത്തിരി വിശ്രമിക്ക്. വന്ന് കണ്ടോളാം. പിന്നെ വരൂ. പിന്നെ ഒത്ത് നെഞ്ചു പൊട്ടിയിട്ട് കണ്ണടച്ചത്. എന്റെ കുട്ടി എല്ലാത്തിനും പ്രായശ്ചിത്തം ചെയ്യണം. അവൾ പോയതോടെ
നീ എന്തെങ്കിലും ഒന്ന് മിണ്ടന്റെ അപ്പുവേ. എത്ര കാലം കൂടിയിട്ട് കേറി വന്നതാ നീയെ. ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടന്നോളൂ. മോൾക്ക് മുറിയിൽ വിരിച്ചിട്ടുണ്ട്. വേണ്ട, അവിടെ കിടന്നാല് ഓരോന്നോർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് നീ ഒന്നും ഓർക്കണ്ട. ഈ കിട്ടിയതൊരു പുനർജന്മാണെന്ന് അങ്ങോട്ട് ധരിക്കുക. പല്ലാവൂരപ്പൻ ശീവേലി കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാ ആശാൻ തളർന്നു വീണത്. കണ്ണടയ്ക്കാൻ നേരത്തും മോനെ കുറിച്ച് സങ്കടപ്പെടുണ്ടായി. അങ്ങനെ കുട്ടിയെ കുമാരൻ അറിഞ്ഞു. ഉണ്ണി അവൻ ചെയ്തേ. ആ, കയറിയിരിക്ക. അമ്മോട് എല്ലാവർക്കും ചായ എടുക്കാൻ പറയും കുഞ്ഞിരാമേട്ട. എന്താ ഒരു ചൂട്. കുംഭമാസം പറഞ്ഞിട്ടില്ല, അപ്പോഴേക്കും കത്ത് ആ ഭൂമി. എങ്ങനെ കത്താണ്ടിരിക്കാൻ മോഹനേട്ടാ? എന്നെ പോലെയുള്ള മഹാഭാവികളല്ലേ ഈ ഭൂമിയിൽ ജീവിക്കണേ. ഇനി ഞങ്ങൾ വന്ന കാര്യം അങ്ങോട്ട് പറയാൻ. ആലങ്കോടം തന്നെ അങ്ങോട്ട് തുടങ്ങിക്കോളൂ. ആ, ഒരു മാസം എന്ന് വെച്ചാ എണ്ണിപ്പെറുക്കി നാളെ മറ്റന്നാളാണ്ട് കഴിയും. ഇനി അടുത്ത പരോള് എപ്പോഴാ എങ്ങനെയാണ് കാര് കണ്ടു. പൂരക്കാലം തുടങ്ങാൻ പോവല്ലേ. ജയിലിലേക്ക് മടങ്ങിപ്പോണതിന് മുമ്പ് 1-2 ഇടത്ത് ഒരു പ്രയോഗം ആയാലോ? എന്താ ഒന്നും പറയാത്തത്? വേണ്ട, ദേവനാരായണൻ കുട്ടി നിർത്തി. എന്റെ മനസ്സ് താളപ്രകരണങ്ങളൊക്കെ മറന്നിരിക്കുന്നു. ചോര പുരണ്ട ഈ കയ്യിൽ ഇനി കോലുറക്കില്ല. ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ മനസ്സിലിനി ബാക്കി. ചെയ്തുപോയ തെറ്റിനൊക്കെ പ്രായശ്ചിത്തം ചെയ്ത് തിരിച്ചുപോകും. വെയ്യൂർക്കല്ല, ജനിച്ചുപോയവരൊക്കെ ദീർഘനാളത്തെ പരോളം കഴിഞ്ഞ് മടങ്ങിച്ചെല്ലാൻ വിധിക്കപ്പെട്ട ആ കറുത്ത കാരാഗ്രഹത്തിലേക്ക്, മരണത്തിലേക്ക്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്തു തീർക്കാനുണ്ട്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ചെയ്തിട്ടില്ലാത്ത ആ ഒരു തെറ്റ്. അതിന്റെ സത്യം എനിക്കറിയണം. ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയനാരായണ ഹരി ഗോവിന്ദ ഗോവിന്ദ. കരളിൽ വിവേകം കൂടാതെ കണ്ടറ നിമിഷം ദശ കളയരുതാരും. മരണം വരുമിനിയെന്നു നിനച്ചിക കരുതുക സതതം. നാരായണ ജയ. കോപം കൊണ്ടു ശപിക്കരുതാരും. ഭഗവന്മയമെന്നോർക്ക സമസ്തം. ജനിമരണങ്ങളെനിക്കിനി വേണ്ട. പരിപാലയമാ നാരായണ ജയ. ഹരിനാരായണ ഗോവിന്ദ
വേണ്ട, മനസ്സൊന്ന് തണുപ്പിക്കട്ടെ എന്റെ കുട്ടി. ഭക്തജനങ്ങളെ, താളവാദ്യ കലയുടെ കുലപതി ശ്രീ പല്ലാവൂർ ദേവനാരായണനും ചെണ്ടയിലെ മഹാമാന്ത്രികൻ ശ്രീ കാറൽമണ്ണ രാമപ്പതുവാളും അക്ഷരാർത്ഥത്തിൽ മത്സരിക്കുന്ന ഈ മുഹൂർത്തത്തിൽ കൂട്ടം കൂടി നിന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ഭക്തജനങ്ങൾ, കലാകാരന്മാർക്ക് അസൗകര്യം ഉണ്ടാകാത്ത വിധം അല്പം മാറി നിൽക്കാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. രാമപുരവാളെ അങ്ങനെ പോയാലോ പൊതുവാളെ പിടിച്ചു കുമാര ഓടും
ചെണ്ടപ്പുറത്ത് ചതിയും കള്ളവുമില്ല. നേരെ നിന്ന് കൊട്ടിത്തോൽപ്പിച്ചാൽ ദേവനാരായണൻ അടിയറവ് പറയും. വേണ്ടി വന്ന ക്ഷൗരം ചെയ്തു തരും. തന്തയില്ലാഴ് കാണിച്ചാലുണ്ടല്ലോ വെട്ടു ഞാൻ ഈ കയ്യ്. കുമാരാ വണ്ടിയെടുക്ക്. ഒന്ന് ഓഫീസ് വരെ വന്ന് ആ വൗച്ചറിൽ ഉറപ്പിട്ടാൽ. വേണ്ടെനിക്ക് പ്രതിഫലം. അത് ഈ കള്ളപ്പൊതുവാളുടെ ശവസംസ്കാരത്തിന് എന്റെ വക സംഭാവനയായിട്ട് ചുറ്റെഴുതിക്കോളൂ. വരിക. സത്യം പറഞ്ഞ പൂരം കാണാനോ പഞ്ചാരി മേളം കേൾക്കാനോ അല്ല മലമക്കാവിൽ ആള് കൂടിയത്. പിന്നെ ദേവേട്ടന്റെ ഒരു ശാസ്ത്രം ഉണ്ടല്ലോ. എന്താ ശാസ്ത്രം? അതേനെ, ഒരു ടൈം കഴിഞ്ഞാ ഒരു തല്ലി. ആ ശാസ്ത്രം അതായത് ഈ പുട്ടിന് തേങ്ങയിടുന്ന പോലെ ഒരു തായമ്പക ഒരു തല്ലി, ഒരു തായമ്പക ഒരു തല്ലി. ഒന്ന് പോടോ മാരാരെ. തൊഴിലിൽ കള്ളം കാണിക്കുന്നവൻ ആരായിരുന്നാലും ശരി, അവന് മാപ്പ് കൊടുക്കില്ല ദേവനാരായണൻ. തിരിയേഴും തെളിയുന്ന നിലവിളക്കിന് മുമ്പിൽ നിന്ന് സർവേശ്വരന്മാരെയും ധ്യാനിച്ച് ചെണ്ടയെടുത്ത് കൊട്ടാൻ തുടങ്ങിയാൽ കാലിന്റെ പെരുവരിൽ നിന്ന് തുടങ്ങും ഒരു തീപ്പൊരി കത്താൻ. പതികാലം കൊട്ടിക്കഴിഞ്ഞ് കൂറിലേക്ക് കിടക്കുമ്പോ ആ തീപ്പൊരി ഒരു പന്തായിട്ട് നാഭി വഴി നെഞ്ചു വഴി മേലോട്ടാണ് കത്തിക്കയറും. ബ്രഹ്മസമാധി നിർവ്വാണം എന്നൊക്കെ കേട്ടില്ലേ മാരാര്? അപ്പൊ സംഭവിക്കുക. ആ നിന്ന നിപ്പ് തന്നെ ഈ ഹൃദയമിടിപ്പിന്റെ തായമ്പക അങ്ങോട്ട് കുട്ടി കലാശിച്ചു പോയാലും അറിയില്ല മാരാരെ ഞാൻ. ഒരു കുപ്പി കൊണ്ട് എടുക്കട്ടെ ദേവേട്ട? വേണ്ട, എനിക്കൊരു പുക മതി. പുക എവിടെ കിട്ടാൻ? വേണ്ട ദേവേട്ട, മതി. പോടാ പോടാ പോടാ. കുമാര, 2 കുപ്പി നാടൻ വാറ്റും 1 പൊതി കഞ്ചാവും തലയ്ക്ക് പിടിച്ചാൽ അച്യുതണ്ടിൽ നീ ഭൂമി വലിച്ച് പറിച്ചെടുത്ത് പുറങ്കാല് കൊണ്ട് തായമ്പക കൊട്ടും ദേവനാരായണൻ. മനസ്സിലായോ? അതങ്ങനെ സിന്ദൂരാരുണ വിഗ്രഹ ത്രിനയന മാണിക്യ മൗലി സ്ഫുരത്താരാനായക ശേഖര സ്മിതമുഖീ മാപീന വക്ഷോരുഹ പാണിഭ്യാമളി പൂർണ്ണരത്ന ചഷകം. എന്നേക്ക് എത്രയായി ഭാഗീരഥി അവനോടൊന്ന് പോയിട്ട് ഒരെഴുത്തെങ്കിലും അയച്ചോ? ജീവിച്ചിരിപ്പുണ്ടോ, കണ്ടവന്റെ തല്ലുകൊണ്ട് ചത്തോ എന്നൊക്കെ ആർക്കറിയാം? ദൈവത്തെ വിചാരിച്ച് ഈ സന്ധ്യാനേരത്ത് ഫലിക്കണ വാക്കണോന്നും പറയല്ലേ നിങ്ങള്? സത്യമല്ലേ പറഞ്ഞത് ഞാൻ? ഒരു എണ്ടൻ റോളിലിട്ട് ദേശാടനത്തിനിറങ്ങി കണ്ട പൂരപ്പറമ്പിലും കള്ളുഷാപ്പിലും ജീവിച്ച് തീർക്കല്ലേ അവനീ ജീവിതം. ഒന്ന് പതുക്കെ പറയൂ, അവള് കേൾക്കും. എന്തിനാ അതിനെ വേദനിപ്പിക്കണേ? നമ്മളെങ്കിലും കൊടുക്കണ്ടേ അതിനിത്തിരി മനസമാധാനം? നന്നാവും മനുഷ്യനാവും എന്നൊക്കെ നിരീച്ചല്ലേ
ആ ശങ്കരപ്പൊതുവാളുടെ കാല് പിടിച്ച് ഇവളെ അവന് ഞാൻ ദാനമായിട്ട് കൊണ്ട് കൊടുത്തത്? മറന്നോ നീ? അവിടെയാ നമുക്ക് പിഴച്ചത്. അവൻ മോഹിച്ച പെണ്ണ് ഇപ്പോഴും അവന്റെ മനസ്സിൽ കിടന്ന് നേർന്നുണ്ട്. അതിന് ആ നികൃഷ്ട ജന്മം കെട്ടിത്തൂങ്ങി ചത്തില്ലേ? കുറ്റപ്പെടുത്തല്ല ഞാൻ. നിങ്ങളുടെ ഒരു ദുർവാശി കാരണം അത് അതിന്റെ ജീവൻ ഒടുക്കിയത്. ഒന്നും വേണ്ടായിരുന്നു എനിക്ക് ഇപ്പൊ തോന്നണത്. എന്റെ മോളെ ദ്രോഹിച്ചോ അവഗണിച്ചോ ഒക്കെ എന്നോടുള്ള പ്രതികാരം തീർക്കവൻ. മുണ്ടനം ചെയ്താ മുടിയെ പോകൂ ഭാഗീരഥി, തലവരമായില്ല. ആ കുട്ടിയുടെ കണ്ണീര് മാത്രം മതി അവൻ ഈ ജന്മം മുഴുവൻ കിടന്ന് നരയിക്കാൻ. മോളെന്താ അവിടെ നിന്ന് കളഞ്ഞേ? ഇങ്ങോട്ട് വാ. സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല അച്ഛൻ. എനിക്ക് സങ്കടമൊന്നുമില്ല അച്ഛൻ. ദേവേട്ടനെ ആരും ശപിക്കാണ്ടിരുന്നാ മതി. അമ്മിണിക്കുട്ടിയെ കുടിക്കാതെ വെള്ളം ഇങ്ങെടുത്തോളൂ. ഇന്ന് പതിവില്ലാണ്ട് അത്താഴപൂജ ലേശം വൈകി. വല്യമ്മാവന്റെ കാലശേഷം 40-45 കൊല്ലായി മുടക്കമില്ലാണ്ട് പല്ലാവൂരപ്പന് ശീവേലി കൊട്ടണു. ഹലോ, നേരെയാവും. ഇതിന്റെയൊക്കെ ഗുണം കിട്ടാമോളം എന്റെ മോക്കാ, എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ അമ്മയുള്ള കാലത്ത് അതെ. ഇനി ഇവിടെ നിന്ന് അച്ഛൻ ഇങ്ങനെ ഓരോ പഴംപുരാണം പറഞ്ഞോണ്ടിരിക്കും. കുളിക്കാൻ വെള്ളം കറി വെക്കട്ടെ? ആവാം. ഗുരുനാഥോ, സർവാപരാധങ്ങളും പുറത്ത് കാത്തുരക്ഷിക്കണേ ഗുരുനാഥ. കുട്ടികളെ പോലെ നമ്മള് തമ്മിൽ കണ്ടിട്ട് 2 ആഴ്ച ആയില്ലേ ഗുരുനാഥ. എനിക്കതങ്ങോട്ട് സഹിക്കാനേ പറ്റണില്ല. ഇപ്പൊ കണ്ടില്ലേ? അതുകൊണ്ടല്ലേ ഈ സങ്കടവും സന്തോഷവും ഒക്കെ. വീതി കുറഞ്ഞിട്ടുണ്ടോ? എന്താടോ മിഴിച്ചു നിൽക്കണേ? അതൊക്കെ ഒന്ന് അങ്ങോട്ട് എടുത്തു വെക്ക. എന്തൊക്കെയാണോ ഈ കൊണ്ടുവന്നിരിക്കണേ? ദക്ഷിണ അങ്ങോട്ട് ഇരിക്ക. കരിങ്കല്ലിൽ പുളിമുട്ടി കൊണ്ടും വലന്തല തളർത്തിയിട്ട ചെണ്ടയിൽ കോലുകൊണ്ടും കൊട്ടാൻ പഠിപ്പിച്ച് എന്നെ ഈ നിലയിലെത്തിച്ച എന്റെ ഗുരുനാഥനുള്ള ദക്ഷിണ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അരിയും സാധനങ്ങളും ദക്ഷിണയായിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കഴിയണം. അല്ലാണ്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് എന്താവാനാ? എന്താടി നിന്റെ മുഖത്തൊരു മ്ലാനത? ഇടോന്നെ കുമാരാ, അതിങ്ങനെ എടുത്ത്. നീ ചോദിച്ചൊക്കെ ഉണ്ട്. സാരി ഉണ്ട്, ബ്ലൗസ് ഉണ്ട്, പാവാട ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കുന്ത്രാണ്ടങ്ങളൊക്കെ. പിന്നെ അതിലുള്ളി ഉണ്ട്, വലിയ ഉള്ളി. അതിലൊരു 4-5 എണ്ണം കൂടെ എടുത്ത് ഒരു പലകം വില വെച്ചൊരു കത്തിയെടുത്ത് അരിയ. എന്നിട്ട് ഒരു ചെറുനാരങ്ങ എടുത്ത് 2ആയിട്ട് മുറിച്ച് അതിൽ പിഴിഞ്ഞൊഴിക്കുക. ഒരു നുള്ളു ഉപ്പിടുക. എന്നിട്ട് ഇങ്ങോട്ട് ഒന്ന് ഉഷാറാക്കുവാസോ നീയെ. എന്താണ് മാരാരെ നോക്കി നിൽക്കാതെ ഒന്ന് ഉത്സാഹിക്കും നിങ്ങള്. പൂരപ്പറമ്പത്ത് തുടങ്ങിയതല്ലേ ഉത്സാഹം. ഉത്സാഹം ഇവിടെ ഉത്സാഹം. എങ്ങനെയുണ്ട് ഗുരുനാഥ? എന്റെ കുണ്ടൽ എനിക്ക് കത്തിപ്പോയി. മലമക്കാവ് പൂരം കഴിഞ്ഞു വരണ വഴിക്ക് ഒരാരാധകന്റെ സമ്മാന. കുമാര ലേശം അടിച്ചോളൂ. എനിക്ക് വേണ്ട അച്ഛന്. കേട്ടിട്ടില്ല കുമാര, മദ്യം വിദ്യാന ഭൂഷണ. അത് വിദ്വാന്മാർക്കുള്ള വാസു. നീ എന്തിനാ നിർബന്ധിക്കണ്ട, അവൻ കുടിക്കില്ല. കുമാര നീ അകത്ത് പോയിട്ട് ആ വെജിറ്റബിൾ സാലഡ് എങ്ങനെ എടുത്തിട്ട് വന്നേ വേഗം. എന്താടോ കിട്ടന്മാരെ, തനിക്കൊരു ആലസ്യം ഒഴിച്ചങ്ങനെ കുടിക്കടോ. കിട്ടുന്നില്ല, പൊഹ തന്നെ വേണം. കഞ്ചാവി. അയ്യോ, ആരെങ്കിലും കാണും. ആരെങ്കിലും കാണണം, ആശാൻ അറിയണം, എങ്കിൽ ഞാൻ രക്ഷപ്പെടും. എന്നോട് മിണ്ടണ്ട. എത്ര ദിവസം ഇവിടുന്ന് പോയിട്ട്? ദേവേട്ടന്റെ കൂടെ ഇറങ്ങി തിരിച്ചുള്ള കാര്യം നിനക്കറിയാലോ. ഓക്കെ, ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാ? 10 കാശുണ്ടാക്കും, എന്നിട്ട് ആശാന്റെ മുമ്പിൽ ചെന്ന് ധൈര്യമായിട്ട് ചോദിക്കണം, മര്യാദക്ക് നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചേരുന്നുണ്ടോ? അതോ
ആവേശം മൂക്കണു. ആവേശം ഉത്സവം കണ്ടില്ലല്ലോ. അപ്പോഴേക്കും തുടങ്ങിയില്ലേ ഉത്സാഹം. നീ എന്താടാ സവാള കണ്ടുപിടിക്കാൻ? ഉള്ളി അരിഞ്ഞിട്ട് തക്കാളി അരിഞ്ഞ ആശാനൊന്നും കൊണ്ടാത്തെ. അയ്യോ, മൂർധാവിന്റെ ഉള്ളിൽ നിന്ന് 10,000 ചെണ്ട ഒന്നിച്ചു മുറുകുമ്പോഴുള്ള ഒരു മൂളക്കം. അതെന്താ അറിയോ ആശാരെ, ഇത് മറ്റവരല്ല, തറവാടിയാ. ചവിട്ടുകുത്തൊന്നുമില്ല, പാൽപ്പായസം പോലെ ഉണ്ടല്ലേ ആശാരെ. എന്റെ ആശാന്റെ മനസ്സ് നിറഞ്ഞല്ലോ, എനിക്ക് അത് മതി. പോണ്ടേ വീട്ടിലേക്ക്? ഈ മേടസൂര്യനെയും വലം വെച്ച് ഈ സൗരയൂഥത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുക. ഒരു പാവി പാതാളത്തിലേക്ക് ഞാനില്ല. അത് പറയല്ല. ഈ വീട്ടിൽ പോണം. ഗുരുനാഥനേക്കാൾ വലുത് കുടുംബാണ്, അത് മറക്കരുത്. അനുസരണക്കേട് കാട്ടിയ പഴയ പുളിമുട്ടി ഇരിപ്പുണ്ട് ഇവിടെ. ചന്തിക്കിട്ട് പെരുക്കും ഞാൻ. അല്ല നമ്മടെ കോഴി കോഴി പോയി കൂടി തള്ളിയട്ടെ. നീ പിണങ്ങി പോവാണോ? എന്റെ ഗുരുനാഥനോട് ഞാൻ പിണങ്ങില്ല. ഞാൻ വണ്ടി എടുക്കാം. വേണ്ട, ഞാൻ നടന്നില്ല. വണ്ടി പുഴക്കരെ വീട്ടിലിട്ട ഗുരുനാഥൻ ഒരു സാധനം എടുക്കാൻ മറന്നിട്ടാ. കിടക്കണ സാധനം തന്നെയാ. രാവിലെ വെള്ളം കൊടുക്കാൻ മറക്കണ്ട. അപ്പൊ ആശാരെ കൂട്ടിനെ അതവിടെ വെച്ചിട്ട് പോടോ. വീട്ടിൽ ഇത്തിരി ഉള്ളൂ, മതിയാവില്ല. ആരാന്നോ ചോദിച്ചത് കേട്ടില്ലേ? വേറെന്താ, ഞാനാ കുഞ്ഞിരാമേട്ട. പേടിച്ചു പോയ എന്റെ കുട്ടിയെ. എനിക്ക് ആർട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ കുട്ടിയാർന്നു. അതേതായാലും നന്നായി. എന്താ ഇവിടത്തെ വലിയ പൊതുവാളിന്റെ ഹാല്? വെടികൊണ്ട നരിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു ഇത്രയും നേരം. തൽക്കാലം പിടി കൊടുക്കണ്ട. അമ്മ ഉറങ്ങിയോ? ഒരച്ച പതിപോലെ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തോളോ പറഞ്ഞു. എന്നാ കുഞ്ഞിരാമട്ടൻ കുറഞ്ഞോളൂ. ഓ അമ്മേ മൂകാംബികയെ രക്ഷിക്കണേ. എവിടെയായിരുന്നതാ നീ? എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട്? തിരക്കായിരുന്നു മൂകാംബിക. എനിക്ക് മട്ടന്നൂര്, കാറൽമണ്ണ, മഞ്ചേരി, തിരുനാവായ, മലമക്കാവ്, എങ്ങും പ്രളയങ്ങളുടെ പൂരമല്ലേ, പൂരപ്രളയം. നിന്റെ ഒടുക്കത്തെ പൂരം ഭ്രാന്തന്റെ മാതിരി ആയിരിക്കണം. നീ വല്ലതും കഴിച്ചോ? എത്ര കഴിച്ചാലും എന്റെ അമ്മ മൂകാംബികയുടെ കയ്യിൽ നിന്ന് ഒരുപിടി പ്രസാദം വാങ്ങിക്കാൻ വേറെ എവിടെ കിട്ടും? കൈ കഴുകിയിട്ടിരിക്കണ എന്റെ കണ്ണ. ആ വസുന്ധര വിളിക്കട്ടെ? വേണ്ട വേണ്ട, അച്ഛനറിയണ്ട, കഥ എന്താടാ ഇത്? അച്ഛനോടല്ലേ? കൈ കുടുങ്ങിപ്പോയി. ഇവിടത്തെ വലിയ പൊതുവാളിന് ഹാലിളകിയിരിക്കുകയാണെന്ന് കേട്ടു. പിന്നുണ്ടാവില്ലേ നിന്നെ പോലെ ഒരു പോക്കറി വീട്ടിലുണ്ട്? അച്ഛന് വട്ടാണമ്മേ, വട്ട്. എനിക്ക് വട്ടാ. എവിടെയായിരുന്നു നെല്ലിക്കാത്തളം വെക്കാൻ നേരത്ത് നീ? എഴുന്നേക്കടാ പിശാചിന്റെ മോനെ. മതി കഴിച്ചത്. തല്ലണ്ട കാലത്ത് ഇവനെ ഞാൻ തല്ലിയില്ല, അതാ ഇത്ര. നിനക്ക് നൊന്തോ? പൂരപ്പറമ്പെന്നും കള്ളുഷാപ്പെന്നും ഒക്കെ ഞെരിവട്ടം കിട്ടുന്ന ശരീരമായത്. ഈ പൂച്ചയെ തലണ പടികൊണ്ട് ചൊറിഞ്ഞ എനിക്ക് എന്താ കാരാമേ? അച്ഛൻ തന്നതിന്റെ ബാക്കി എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പ് വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. ചോറുളമ്പ് ഭൈരതി, ചോറുളമ്പ്. ഏത് ഗന്ധർവനെ അടി നീ കാത്തു നിൽക്കണേ? ഞാൻ ദേവേട്ടൻ താഴെ വന്നു അറിഞ്ഞപ്പോ വരാൻ പാടില്ലായിരുന്നു. അയ്യോ ദേവേട്ടൻ, ഞാൻ എനിക്കൊന്ന് ഉറങ്ങണം. കരച്ചിലും വീഴ്ചയിലും നടത്താനുള്ളവർക്ക് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി പോവാം. എന്തിനാ ദേവേട്ട എന്നോട് ഇങ്ങനെയൊക്കെ? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ദേവേട്ടനോട് ചെയ്തത്? സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കാം, അപ്പൊ മനസ്സിലാവും. ഇതുവരെ ഒരു ഇഷ്ടത്തിന് എതിര് നിന്നിട്ടില്ല ഞാൻ.
എല്ലാവരും ചുറ്റും കൂടി നിന്ന് ശപിക്കുമ്പോ നാമം ജപിച്ചിട്ടേ ഉള്ളൂ. ഈ കാലിൽ ഒരു മുള്ളു കുത്തരുതെന്ന്, ഈ മൂർധാവിലൊരു മഴത്തുള്ളി വീണ് പൊള്ളരുതെന്ന്. ആര് പറഞ്ഞു എനിക്ക് വേണ്ടി ജപിക്കാനും തപസ്സരിക്കാനും ഒക്കെ? ആരുടെയും തപോബലത്തിൽ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ജന്മം തന്ന മഹാനടക്കം കൂട്ടുന്നു കരിങ്കല്ലിൽ ഉടച്ച് നാളികേരം പോലെ ആക്കിയില്ലേ എന്റെ ജീവിതം. അങ്ങനെയൊന്നും പറയല്ലേ. ഇതൊന്നും കേട്ട് നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. ഇല്ലെങ്കിൽ ഇറങ്ങി പോവാ. ഇത്രയും കാലം ഈ വെറും നിലത്ത് പായ വിരിച്ച് കിടന്നതിന് നഷ്ടപരിഹാരം എത്രയാന്ന് ചോദിച്ചാൽ അത് തരാം. ദേവേട്ട, നെഞ്ചു പൊള്ളി പൊടവർക്കൊന്നും പറയല്ല ദേവേട്ട. തീത്തുള്ളി വീണാൽ പൊള്ളാത്ത മനസ്സല്ലേ എന്റേത്, അറിയോ നിനക്ക്? നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റാത്ത കാലം മുതൽക്കേ മനസ്സിൽ കൊണ്ടുനടന്നൊരു സ്വപ്ന അത്. തറവാട്ട് മഹിമയും പറഞ്ഞ് എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തില്ലേ എല്ലാരും കൂടെ അതിനെ? എന്തിന്? പല്ലാവൂർ പടിപ്പുറയിലെ ഒരു സവർണനെ സ്നേഹിച്ചു പോയ കുറ്റത്തിന്. 6 അടി മണ്ണിലേക്ക് മടങ്ങിപ്പോയ തുമ്പപ്പൂവിന് പകരം വെക്കാൻ ഈ പല്ലാവൂർ ദേവനാരായണന്റെ ജന്മത്തിൽ ഇനി ആരുമില്ല, നീ അടക്കം. ഒന്ന് നിക്ക, പകൽ വെളിച്ചത്തിൽ ആ തിരുമുഖം ഒന്ന് കണ്ടോട്ടെ. പല്ലാവൂർ ദേവനാരായണ പുതുവാൾ എങ്ങോട്ടാണാവോ? വെറുതെ പുറത്തേക്കൊന്ന് ഇറങ്ങാന്ന് വെച്ചു. അരക്കല്ലത്തിലേക്കാവും. അവിടെയാണല്ലോ സർവ്വതോന്യാസങ്ങളുടെ ആസ്ഥാന കേന്ദ്രം. വിൽക്കാൻ പോവുക ഞാനത് ഏതെങ്കിലും ഇറച്ചി വെട്ടുകാർക്ക് കിട്ടണ കാശിന്. പിന്നെ അവിടെ നിന്റെ കൂത്താട് നടക്കണ എങ്ങനെയാണെന്ന് കാണാലോ. ഇന്നൊരു വിശേഷം ഉണ്ട് ഇവിടെ, അറിയോ എനക്ക്? എങ്ങനെ അറിയാനാ? ശരീരം ഭൂമിയിലും ആത്മാവ് പരലോകത്തായിട്ടല്ലേ സഞ്ചാരം. പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാൾക്ക് ഇന്ന് 60 വയസ്സ് തികയാ. അതായത് നിന്റെ മഹാഭാവിയായ തന്തയ്ക്ക്. വിശേഷിച്ചാരോടും പറഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് ഉണ്ണാൻ നീയും ഉണ്ടാവണം, മറക്കരുത്. ഒരാഗ്രഹം. ഒന്ന് നിൽക്കൂ. വേണ്ട. എഞ്ചിനീയർ എസ്റ്റിമേറ്റ് തന്നു. 10 ലക്ഷം ഉറുപ്പ്യാവുന്നാ പറയണത്. എവിടുന്ന് പിരിച്ചുണ്ടാക്കും ഇത്രയും തുക? ആവുന്നിടത്തോളം പിരിക്ക. പിന്നെ സാംസ്കാരിക വകുപ്പിന്റെ സഹായം എന്തെങ്കിലും തേടാം. സാംസ്കാരിക വകുപ്പിന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരണ്ട. പല്ലാവൂർ ഗ്രാമത്തിലൊരു കലാക്ഷേത്രം ഉണ്ടാക്കാൻ മനസ്സറിഞ്ഞ് തരുന്നവരുണ്ടേ തരട്ടെ, അത് മതി. ഇല്ലെങ്കിൽ എന്റെ പേരിൽ 4-5 അരി മണ്ണുണ്ടല്ലോ, അത് വിൽക്കും. അത്ര തന്നെ. അച്യുതമാരെ, അറിയില്ലെങ്കിൽ നിങ്ങൾ അബദ്ധം പഠിപ്പിക്കരുത്. പഞ്ചാരിക്കൂറ് 1 അടിയും 2 വിരലും ചേർന്ന തിശ്ര നട. ചമ്പക്കൂറ് 1 അടിയും 4 വിരലും ചേർന്ന ഖണ്ഡനട. കുട്ടികളെ പിഴപ്പിക്കരുത്. എന്നാ വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ആയിക്കോട്ടെ. മാരാരെ മതി. കുട്ടികളൊക്കെ മറ്റന്നാൾ കഴിഞ്ഞ് വന്നോട്ടെ. എല്ലാവരും മറ്റന്നാൾ കഴിഞ്ഞ് വന്നോളൂ. പൊക്കോളൂ. പുറപ്പെട്ടോളൂ. ഇന്ന് എല്ലാവർക്കും ഊണ് പഠിപ്പരേന്ന്. കുമാര, പോണ വഴിക്കൊരു മുണ്ട് ഷർട്ടും വാങ്ങണം അച്ഛന്. ശരി. ഈ സാമ്പാറും ചോറും പട്ടാപ്പകൽ എങ്ങനെയാ വെട്ടി വിഴുങ്ങേണ്ടത് ദേവേട്ട? ഒരു 2 എണ്ണം പിടിപ്പിച്ചാലോ? മണക്കാണ്ടിരിക്കാൻ എന്റെ പുൽത്തൈലുണ്ടേ. വേണ്ട വാസുവേ, ഇന്നൊരു നല്ല ദിവസല്ലേ, നമുക്ക് വൈകുന്നേരം ആക്കാം. ഡേ പുൽപ്പള്ളിക്കാരൻ സക്രിയ ഇങ്ങോട്ടിറങ്ങി കൊല്ലു ഞാൻ. എന്നെ മാതാവേ, ചെണ്ടപ്പോലും പിടിക്കുന്ന ആൾക്ക് എങ്ങനെ ഇത്ര കൈകരുത്ത്? എന്നെ പോലെയുള്ളവന്റെ നെഞ്ചത്തിട്ട് കൊട്ടാൻ കളരിയും മെയ്യഭ്യാസം ഒക്കെ ഉണ്ട് ദേവനാരായണന്റെ കയ്യില്. അറിയോ നിനക്ക്? എവിടായിരുന്നു ഇത്രയും കാലം? എന്റെ ദേവേട്ട ഒന്നും പറയണ്ട, ഒരു കറക്കത്തിൽ പെട്ടുപോയി. പിന്നെ മസന കൂടി ബെസ്റ്റ് മാനർച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ബാഗർ ഇന്ന് പറ്റില്ല.
അച്ഛന് ഷഷ്ടിപൂർത്തി വീട്ടിൽ പോകണം അത് പറ്റില്ല. ഷഷ്ടിപൂർത്തി പള്ളി പെരുന്നാളൊക്കെ പെണ്ണുങ്ങൾക്കും കിളമാർക്കും പറഞ്ഞു ശരിയാവില്ല ശരിയാവില്ല സക്കറിയ. ഞാനില്ല ഞാൻ അറിയിക്കാം. കളഞ്ഞല്ലോടാ. ദേവേട്ടനെ നശിപ്പിക്കാനായിട്ട് ഓരോ കണ്ടാമൃഗങ്ങൾ ഇറങ്ങിക്കോളും. അച്ഛാ വണ്ടി വെയിറ്റ് ചെയ്യാൻ പറയണം. വേണ്ട, നടക്കാൻ ബസ്സിലാക്കാം. എന്തിനാ ഇല്ലാത്ത കാശ് കളയണേ? ശരി. മോളെ വസന്തരെ, അച്ഛനും അമ്മയൊക്കെ എത്തിരിക്കണോ? മോള് കാത്തിരിക്കുകയായിരുന്നു. കുടിക്കാനുണ്ടായിട്ടുണ്ട്. ഇപ്പോഴൊന്നും വേണ്ട മോളെ, എന്നാലോ കാര്യായിട്ട്. രാവുണ്ണിയാർക്കറിയോ? മാന്നല്ലൂരിന്നാ, നമ്മുടെ വസന്തരുടെ വീട്ടിൽ നിന്ന്. ശങ്കര പൊതുവാള്. ശ്രീമതിയമ്മേ, ഇവിടെ അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പണ്ടാരോ പറഞ്ഞതുപോലെ അടിച്ചു വാരിയിട്ട മുറ്റം വെടിപ്പുകേടാക്കാൻ ഒരു പൈതലിനെ തരണേന്ന്. മൂത്ത് ധരിച്ചിട്ടൊന്നും ഇല്ലല്ലോ നമ്മുടെ കുട്ടികള്. ഒക്കെ തന്നോളും ഗുരുവായൂരപ്പൻ. ആ കള്ളത്തി, നീ ഒളിച്ചു വെക്കൊന്നും വേണ്ട. അറിഞ്ഞു ഞാൻ. ദേശമംഗലത്തുനിന്ന് നിനക്ക് വന്ന ആലോചന. എന്തേ, ആളെ ഇഷ്ടായില്ലേ നിനക്ക്? കറുത്തിട്ട പൊക്കോ ഇല്ല, നേരവും പൊക്കോ ഒന്നുമല്ല എന്റെ കുട്ടിയെ കാര്യം. സ്വഭാവ ഗുണ അതുണ്ടെങ്കിൽ മനസ്സമാധാനം താനേ വന്നോളും. ദൈവത്തിനോട് അതിന് മാത്രം പ്രാർത്ഥിക്കേ. ഇവിടത്തെ കാര്യം എങ്ങനെയുണ്ട്? കൊടിയുണ്ടോ പണ്ടത്തെ പോലെ? ഏയ്, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. പിന്നെ ആണുങ്ങളായാല് ഇത്തിരി അതൊക്കെ ഉണ്ടാവൂലോ. ഓരോ കഥകൾ അവിടെയും പറഞ്ഞു കേൾക്കുന്നുണ്ട് ദേവേട്ടനെ പറ്റി. കുടിച്ചൊടുതുണി പോലും ഇല്ലാണ്ടെന്ന് തായമ്പോ കൊട്ടിന്നോ കല്ലുണ്ടാക്കിന്നൊക്കെ. അതൊക്കെ മനസ്സിൽ കന്മഷമുള്ളവര് പറഞ്ഞുണ്ടാക്കണ കഥകളാ മോളെ, വിശ്വസിക്കണ്ട. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ദൈവ ദേവേട്ടൻ. ഇറച്ചിയിൽ നല്ലോണം എരിവ് കയറണം, അല്ലെങ്കിൽ ദേവേട്ടൻ കഴിക്കാൻ. അതെനിക്കറിയാൻ മേലായോ? ഒരു കാര്യം ചോദിച്ചാൽ ഉള്ളത് പറയും. അവനെ സൂചിപ്പിച്ചിട്ട് നിനക്കെന്നതാ കാര്യം? പുൽപ്പള്ളി പെരുന്നാളിന് തായമ്പ് പൊട്ടിക്കാൻ. ഈ മാണിച്ചാൻ ഒരു മണ്ടനാ. തായമ്പകക്കാരനാന്ന് വെച്ചാൽ അങ്ങനെ എഴുതി തള്ളിയൊന്നും വേണ്ട മാണിച്ചാൻ അയാളെ. നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ മുട്ടില്ലാതെ നടന്നു വന്ന അയാളുടെ പേര് ഉപയോഗിച്ചിട്ടാ അങ്ങോട്ട് മാറും. നല്ല മാലാഹമാരെ പോലുള്ള പെമ്പിള്ളാരില്ലേ പുള്ളിയുടെ പരിധിയിൽ? അത്തരം സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഇല്ലെന്നാണല്ലോ കേട്ടത്. എന്റെ ഫിലിപ്പോസെ അയാൾക്കില്ല, പക്ഷെ നമുക്കുണ്ടല്ലോ. ഈ കലാകാരന്മാരെന്നൊക്കെ പറഞ്ഞ വായിക്ക് കൊള്ളത്തില്ലെങ്കിലും അവന്മാരെ സൂചിപ്പിച്ചോണ്ട് നടന്നാ നമുക്കും വെട്ടാലോ. നല്ല സ്വയം റബ്ബർ വാദ്യം പഠിക്കാൻ കൊള്ളാം. ഇവിടെ വന്നിട്ടൊന്ന് സൽക്കരിച്ചോ നീ ഞങ്ങളെ? മാണിച്ച ഒന്ന് ക്ഷമി, അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. പരീക്ഷണ ഏറ്റടോ സക്കറിയ. സകലം ഒരു കുളിര്. ഞാൻ പോവാ. അയ്യോ, അപ്പൊ മാനിറച്ചിയും മയിലിറച്ചിയും ഒന്നും വേണ്ട. ഇന്ന് അച്ഛന്റെ ഷഷ്ടിപൂർത്തിയാ, ഞാൻ പോണു. അല്ല അതെ, ഒന്ന് വരൂ. ഊണ് വിളമ്പാം. വന്നില്ലല്ലോ. എല്ലാരും വിശന്നിരിക്കല്ലേ? ചക്കരപ്പുറവാളെ, നമുക്ക് അങ്ങോട്ട് ഉണ്ടാവും. അപ്പൊ ദേവൻ അവൻ എവിടെയെങ്കിലും പോയി പെട്ടിട്ടുണ്ടാവും. കല്യാണത്തിന് താലി കെട്ടണ നേരത്തെ മുങ്ങിയ ആളല്ലേ? തെരഞ്ഞു പിടിച്ച കല്ല് ഷാപ്പെന്ന് പൊക്കിയെടുത്തുകൊണ്ടൊന്നല്ലേ ചടങ്ങ് നടത്തിയത്? ആ ജന്മശത്രുക്കളാ പുത്രന്മാരായി ജനിക്കാന്ന് പണ്ടാരോ പറഞ്ഞത് എന്റെ കാര്യത്തിൽ ഇപ്പൊ സത്യായി. വരിക, എല്ലാരും വരിക. മോനെ ഇപ്പൊ നമ്മളെ കണ്ട ആളുകൾ തെറ്റിദ്ധരിക്കുവോ കള്ളുകൂടിയന്മാരാണെന്ന്? എവിടെ അച്ഛനന്മാര് റോട്ടി കയറുന്നോണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കാൻ വഴിയില്ല. ചേട്ടൻ നെയ്തേറ്റ് കയറുന്നോ ഞാനില്ല കൂടെ. കിട്ടാ വെയിലോ തന്നിലാവോ? മോരും വെള്ളം കിട്ടിയാ പറയായിരുന്നു. നമ്മള് കൊയ്യും വയലെല്ലാം നമ്മുടേതാകും വയലിലേ. ചാത്ത ആരോ നിങ്ങളോടൊക്കെ ഒന്ന് പണിക്ക് വരാൻ. ഞാള് തമ്പ്ര പേടിക്കണ്ട, ഇന്ന് പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാളിന്റെ ഷഷ്ടിപൂർത്തിയാ. അതായത് നിങ്ങളുടെയൊക്കെ ജന്മിയായ വലിയ പൊതുവാളിന്റെ 60-ാം പിറന്നാൾ.
അതറിയോ നിനക്ക്? വലിയ വലിയ കാര്യങ്ങൾ ഞാൻ എങ്ങനെ അറിയാൻ ചെറിയാൻ ഇപ്പൊ അറിഞ്ഞല്ലോ. അത് മതി. വാസുവേ, പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാളിന്റെ പിറന്നാളിന് പാടത്തെ പണിക്കാർക്ക് എങ്കിലും അവധി കൊടുക്കണ്ടേ? അല്ല എന്റെ ന്യായം? ലീവ് മാത്രല്ല കലാപരിപാടികളും വേണം. എല്ലാം കൂടി അങ്ങോട്ട് കൊഴിപ്പിക്കാൻ എല്ലാരും വരിക. പോയി കള്ളു വാങ്ങിക്കോ. എന്നിട്ട് എന്റെ പെണ്ണൊരു ടിക്കറ്റ് 2 ചവിട്ടും കൊടുക്കും. മുഴുവൻ നീ കള്ളു കുടിക്കോ? ദൈവമേ, കുറുമ്പിയമ്മേ, തീർന്നല്ലോ എന്തേലും കാശ്. ഇരിക്കട്ടെ കുറുമ്പിയമ്മയ്ക്ക്. വേണ്ട ചെറിയമ്പ്ര, അങ്ങനെ പറയരുത്. വേണ്ട. പണ്ട് കുട്ടിക്കാലത്ത് അമ്മയുടെ മുണ്ടും തുമ്പും പിടിച്ച് ഞാൻ ഇവിടെ വരുമ്പോ എനിക്ക് ഒരുപാട് പാട്ട് പാടി തന്നിട്ടുണ്ട് എന്റെ പൊന്ന കുറുമ്പിയമ്മല്ലേ. ഓർമ്മ ഉണ്ടോ കുറുമ്പിയമ്മയ്ക്ക് ആ പാട്ട്? കുറുമ്പമ്മയ്ക്ക് പാടാൻ തവലും കിട്ടാറൊക്കെ വേണോ? ഏർപ്പാടൊക്കെ ഒന്ന് പാടേണ്ട മുപ്പ കുറുമ്പിയമ്മല്ലേ. ഓർമ്മ വരുന്നില്ല അമ്പ്രാൻകുട്ടി. എന്റെ അമ്പ്രാൻകുട്ടി ഒന്ന് പാടിയേ, കുറുമ്പിയമ്മ ഒന്ന് കേക്കട്ടെ. ഇപ്പൊ ഞാൻ പാടിയേ ശരിയല്ലേ? പാടമ്പ്രാൻകുട്ടി, ശരിയാവും.